Unit 1 Applications of Biometric Data. Applications of Biometric Data എന്ന ആദ്യ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേയായി കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി ഡേറ്റ എന്തെന്ന് പരിശോധിക്കാം. താഴെ പറയുന്നവ പരിഗണിക്കുക. സച്ചിൻ 1.65, 72, 47, 150, മുംബൈ. ഇതൊക്കെ ഫാക്ട്സ് അഥവാ വാല്യൂസ് ആണ്. ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ഓർ സെറ്റ് ഓഫ് വാല്യൂസ്. നമുക്കറിയാം, ഡാറ്റയെ നമുക്ക് മെഷർ ചെയ്യാം, കളക്ട് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം, അനലൈസ് ചെയ്യാം, പ്രോസസ് ചെയ്യാം. ദാറ്റ് ഈസ്, ഡാറ്റ ക്യാൻ ബി മെഷേർഡ്, കളക്റ്റഡ്, റിപ്പോർട്ടഡ് ആൻഡ് അനലൈസ്ഡ്. അടുത്തതായി ഇൻഫോർമേഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ കണ്ട ഡാറ്റകളായ സച്ചിൻ 47, 1.65, മുംബൈ 72, 150 എന്നീ ഡാറ്റകളെ ഒരു ടേബിളിൽ ക്രമപ്പെടുത്തിയതായി കാണാം. നെയിം സച്ചിൻ, ഏജ് 47, ഹൈറ്റ് 1.65 മീറ്റർ, പ്ലേസ് മുംബൈ, സ്കോർസ് 72, 150. അതായത് ഈ ഡാറ്റയെ നമ്മൾ ടേബിളിൽ ക്രമപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ക്രമപ്പെടുത്തുമ്പോൾ ആ ഡാറ്റയെക്കുറിച്ചുള്ള ശരിയായ വ്യക്തമായ വിവരം നമുക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ്, when data is processed, we get some useful knowledge about the data and it is called information. That is, processed data is called information. ബയോമെട്രിക് ഡാറ്റ എന്തെന്ന് പരിശോധിക്കാം. നാം ഓരോരുത്തർക്കും ഫിംഗർ പ്രിന്റ്, ഐറിസ്, ഫേസ്, ഇയർ ഷേപ്പ്, വെയിൻ നെറ്റ്വർക്ക്, വോയിസ്, ബോഡി സ്ട്രക്ചർ, ഹാൻഡ് റൈറ്റിംഗ് എന്നിവയൊക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കൺസിഡർ ഫിംഗർ പ്രിന്റ്സ്, ഐറിസ്, ഫേസ്, ഇയർ ഷേപ്പ്, വെയിൻ, ബോഡി സ്ട്രക്ചർ, voice, hand geometry, handwriting, etc. All these are used to identify a specific user or other human through unique characteristics. That is, biometric identifiers are the distinctive, measurable characteristics used to label and describe an individual. ബയോമെട്രിക്കുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ഫിംഗർ പ്രിന്റ്, പാം, DNA, ഹാൻഡ് ജിയോമെട്രി തുടങ്ങി വ്യക്തികളുടെ ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തരമാണ്. രണ്ടാമത്തേത് സംസാരം, നടത്തം, ടൈപ്പിംഗ് റിതം എന്നിങ്ങനെ വ്യക്തികളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തരമാണ്. അതായത് രണ്ട് തരത്തിലുള്ള ബയോമെട്രിക്സ് ഉണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ട് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്. Physiological characteristics related to the shape of the body, whereas behavioral characteristics related to the pattern of the behavior of the person. Examples for physiological characteristics are fingerprint, palm, vein, face recognition, DNA, hand geometry, etc. Examples for behavioral characteristics are typing rhythm, voice, walk, etc. Thus, biometrics is the measurement and analysis of people's physiological and behavioral characteristics. തന്നിരിക്കുന്ന ചാർട്ടിൽ ബയോമെട്രിക്സ് വിവരങ്ങളെ ഫിസിയോളജിക്കലായും ബിഹേവിയറലായും രണ്ട് വിഭാഗങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നതായി കാണാം. എന്തുകൊണ്ടാണ് ബയോമെട്രിക് വിവരങ്ങൾ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്? നമ്മുടെ DNA, ഐറിസ്, ഫിംഗർ പ്രിന്റ് എന്നിവ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏതൊരു വ്യക്തിയെ എടുത്താലും ബയോമെട്രിക്സ് വിവരങ്ങൾ വ്യത്യസ്തമാണെന്ന് കാണാം. മാത്രവുമല്ല, DNA സ്ട്രക്ചർ, ഐറിസ് സ്ട്രക്ചർ, ഫിംഗർ പ്രിന്റ് എന്നിവ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിക്ക് ഒന്നു തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബയോമെട്രിക് വിവരങ്ങൾ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്നത്. Why biometrics is important? First feature is uniqueness of individuals. That means generally every individual has unique characteristics. Example, iris, face, shape, etc. Permanency. The individual's unique characteristics
remains unchanged with time. For example, iris structure will remains unchanged with time. Performance. The technology should deliver same and accurate result in different environments. And fourth one is privacy. It should not violate the privacy of a person. So, for secure identification and personal verification, biometrics is very important. റിയൽ ലൈഫിൽ ബയോമെട്രിക് ഡാറ്റ ഉപയോഗിക്കുന്ന ഒട്ടനവധി ഫീൽഡുകളുണ്ട്. ഒന്ന്, വർക്ക് സ്റ്റേഷൻസ്. വർക്ക് സ്റ്റേഷനുകളിൽ ഓതന്റിക്കേഷൻ, ആക്സസ് കൺട്രോൾ, അറ്റൻഡൻസ് എന്നീ ആവശ്യങ്ങൾക്കാണ് ബയോമെട്രിക് ഡാറ്റ ഉപയോഗിക്കുന്നത്. ഇൻ വർക്ക് സ്റ്റേഷൻസ്, ബയോമെട്രിക് ഡാറ്റ ഈസ് യൂസ്ഡ് ഫോർ ഓതന്റിക്കേഷൻ, ആക്സസ് കൺട്രോൾ ആൻഡ് മാനേജിംഗ് അറ്റൻഡൻസ് ആൻഡ് പേറോൾ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ ഓതന്റിക്കേഷൻ ചെയ്യാനും യൂസറിനെ തിരിച്ചറിയാനും ഡാറ്റ പ്രൊട്ടക്ഷനും വേണ്ടി ബയോമെട്രിക് ഡാറ്റ ഉപയോഗിക്കുന്നു. ഇൻ നെറ്റ്വർക്ക്സ്, ബയോമെട്രിക്സ് ഈസ് യൂസ്ഡ് ഫോർ identification and access control, authentication in network configuration, and used to identify individuals in group that are under surveillance. Then domain access. Biometric provides access services to the user securely. Remote access to resources. റിമോട്ട് ആയുള്ള റിസോഴ്സുകൾ ഷെയർ ചെയ്യുവാൻ, ഓതന്റിക്കേഷൻ നടത്തുവാൻ ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചു വരുന്നു. നെക്സ്റ്റ് ഈസ് കോൺഫിഡൻഷ്യൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നമുക്കറിയാം, ബാങ്കുകളിൽ അക്കൗണ്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാനും ഡാറ്റ സുരക്ഷ ഉറപ്പുവരുത്താനും അനധികൃതമായ ആക്സസ് തടയാനും ബയോമെട്രിക് ഡാറ്റ ഉപയോഗിക്കുന്നു. ഫോർ മാനേജിംഗ് ആക്സസ് മോർ സേഫ്, ഫോർ മാനേജിംഗ് ഡാറ്റ മോർ സേഫ് and prevents unauthorized access to banking data. Law enforcement. പല കുറ്റകൃത്യങ്ങളും മറ്റും തെളിയിക്കാൻ ഫിംഗർ പ്രിന്റ്, DNA തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളാണ് ഉപയോഗിക്കുന്നു എന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. പേഴ്സണൽ ഡാറ്റ പ്രൈവസി. പേഴ്സണൽ ഡാറ്റ പ്രൈവസിയുടെ കാര്യത്തിലും ബയോമെട്രിക്കുകളാണ് നമ്മെ സഹായിക്കുന്നത്. എൻട്രി ഡിവൈസസ് ഫോർ ഓഫീസസ് ആൻഡ് ബിൽഡിംഗ്സ്. പല ഓഫീസുകളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ഓഫീസിൽ പ്രവേശിക്കുന്നത് ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ച് ഓതന്റിക്കേഷൻ നടത്തി ആണ്. ഡാറ്റ പ്രൊട്ടക്ഷൻ. ഡാറ്റ സുരക്ഷിതമായി വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ബയോമെട്രിക്സ് ഉപയോഗിച്ച് ഓതന്റിക്കേഷൻ നടത്തുന്നതാണ്. ഇന്ത്യയിൽ ബയോമെട്രിക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് വിവിധ സേവനങ്ങൾ നിത്യജീവിതത്തിൽ ജനങ്ങൾക്കായി നൽകുന്നുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി റേഷൻ കടകളിൽ കൂടി ബയോമെട്രിക് തമ്പ് ഇംപ്രഷൻ ഉപയോഗിച്ച് ഓതന്റിക്കേഷൻ നടത്തിയാണ് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കുന്നത്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, ഇ പാസ്പോർട്ട്, വിവിധ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുകളിലെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ രംഗത്ത് ഒക്കെ ബയോമെട്രിക് വിവരങ്ങൾ വൻതോതിൽ ഉപയോഗിച്ചു വരുന്നു. യൂസ് ഓഫ് ബയോമെട്രിക്സ് ഡാറ്റ ഇൻ റിയൽ ലൈഫ്. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, തേർഡ് വൺ ഈസ് ഇലക്ട്രോണിക് പാസ്പോർട്ട്, ആൻഡ് ഫോർത്ത് വൺ ഈസ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, ആൻഡ് ഫിഫ്ത്ത് ഈസ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇഷ്യൂയിങ് ഓർ റിന്യൂവിംഗ് ഡ്രൈവിംഗ് ലൈസൻസ്. ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം. ബയോമെട്രിക്സ് ഡാറ്റ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം. ഏത് കമ്പനികളിലായാലും ജോലി സ്ഥലങ്ങളിലായാലും ഹാജർ രേഖപ്പെടുത്തുന്നതിനും കൃത്യവിലോപം തടയുന്നതിനും സമയകൃത്യത കാത്തു സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീൻ. ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഒന്നിലധികം ആളുകളുടെ അറ്റൻഡൻസ് മെഷർ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. സാധാരണയായി ഫിംഗർ പ്രിന്റ്, ഐറിസ്, ഫേസ് റെക്കഗ്നിഷൻ എന്നീ ടെക്നിക്കുകൾ ആണ് ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത്. ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം. Biometric attendance system measures the attendance of a group or individuals using biometric data. Biometric attendance system captures unique biological or physical features such as your hand or fingerprint or iris pattern or facial image as a record for identity verification. What are its advantages? It maintains perfect attendance, avoids manipulation of attendance,
and it makes cheats impossible. ഏതൊരു ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീനിലും നടക്കുന്ന പ്രവർത്തനം രണ്ട് ഘട്ടങ്ങളിലായാണ്. ഒന്നാം ഘട്ടം എൻറോൾമെന്റ് ഫേസ്, രണ്ടാം ഘട്ടം വെരിഫിക്കേഷൻ ഫേസ്. ഒന്നാം ഘട്ടത്തിൽ ഒരു വ്യക്തി അയാളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഈ മെഷീൻ മുഖാന്തരം ക്യാപ്ചർ ചെയ്ത ശേഷം ആ ബയോമെട്രിക് വിവരങ്ങൾ ബൈനറി ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് ആ മെഷീനിന്റെ ഡാറ്റാബേസിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ എൻറോൾമെന്റ് ഫേസ് ആണ് പറയുന്നത്. വെരിഫിക്കേഷൻ ഫേസ് ആണ് രണ്ടാം ഘട്ടം. ഈ ഘട്ടത്തിൽ വ്യക്തി തന്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുവാൻ മെഷീനെ സമീപിക്കുന്നു. മെഷീൻ ബയോമെട്രിക് വിവരം ക്യാപ്ചർ ചെയ്യുന്നു, തുടർന്ന് അത് പ്രോസസ് ചെയ്യുന്നു. ഡാറ്റാബേസിലെ ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ബയോമെട്രിക് വിവരങ്ങളുമായുള്ള സാമ്യത നോക്കുന്നു. സാമ്യത കണ്ടെത്തിയാൽ അറ്റൻഡൻസ്, ടൈം എന്നിവ മാർക്ക് ചെയ്ത് ആക്സസ് നൽകുന്നു. ഇങ്ങനെ ടൈം ആൻഡ് അറ്റൻഡൻസ് ആക്സസ് കൺട്രോൾ ചെയ്യുന്നതിനായി ലോകത്ത് ഏറ്റവും കൂടുതൽ ബയോമെട്രിക് വിവരം ഉപയോഗിക്കുന്നതായി കാണാം. എൻറോൾമെന്റ് ആൻഡ് വെരിഫിക്കേഷൻ ഫേസിലെ വിവിധ ഘട്ടങ്ങൾ ചിത്രരൂപേണ കാണിച്ചിരിക്കുന്നതായി കാണാം. എൻറോൾമെന്റ് ഫേസ്: present biometric, capture, process and store in the database. In the case of verification phase, present biometric, capture, process and compare with the database. If match is found, then access is allowed. If no match is found, there will not be any access. സാധാരണയായി ഒരു ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീനിൽ ഫേസ് ഡാറ്റ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ വെച്ചാണ് എൻറോൾ ചെയ്യുക. ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീന്റെ ഡിസ്പ്ലേ സ്ക്രീനിന്റെ അഥവാ ഡിസ്പ്ലേ വിൻഡോന്റെ മധ്യഭാഗത്ത് ആയി മുഖം പ്രത്യക്ഷമാകുന്ന രീതിയിലാണ് എൻറോൾ ചെയ്യേണ്ടത്. എൻറോൾ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം അഥവാ മെഷീൻ തന്നെ ശരിയായ രീതിയിൽ എൻറോൾ ചെയ്യുന്നതിനാവശ്യമായ പ്രോപ്പർ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. During the enrollment, position your head such a way that your face appears in the center of the device display window. The device will prompt you how to move your head. ഫിംഗർപ്രിന്റ് എൻറോൾ ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുക. ഫിംഗർപ്രിന്റ് പ്ലേസ്മെന്റ്: recommended fingers: the index finger, middle finger or the ring finger. The thumb and little fingers are not recommended because they are usually clumsy on the fingerprint collection screen. Enroll and verify your fingerprint by using proper finger placement mode. ചിത്രത്തിൽ പ്രോപ്പറായി ഫിംഗർ പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണാം. The finger is flat to the surface and centered in the finger guide. Correct usage of touch screen. Touch the screen with one of your fingerprints or the edge of the fingernail as shown in the following figure. A broad point of contact may lead to inaccurate pointing. എൻറോൾ ചെയ്യുന്ന സമയത്ത് ചിത്രത്തിൽ കാണുന്ന പോലെ ഫിംഗർ കറക്റ്റായി പ്ലേസ് ചെയ്യുക. ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീൻ എന്ന യൂണിറ്റിലെ ആദ്യ ഭാഗമായ ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റത്തിലെ അസൈൻമെൻറ്റുകളും പ്രാക്ടിക്കൽസും പരിചയപ്പെടുത്താം. അസൈൻമെൻറ്റ് 1, ലിസ്റ്റ് ദ ഡാറ്റ ഐറ്റംസ് റിക്വയർഡ് in the preparation of biometric attendance system. Second one, draw the setup diagram of biometric attendance system. Practical session, setting up of biometric attendance system. And second one, enrollment and verification of biometric data in the biometric attendance system. Applications of biometric data എന്ന ആദ്യ യൂണിറ്റിൽ ബയോമെട്രിക്സിന്റെ ബേസിക് കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ബയോമെട്രിക്സ്, യൂസ് ഓഫ് ബയോമെട്രിക്സ് ഇൻ റിയൽ ലൈഫ്, ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം, എൻറോൾമെന്റ് ആൻഡ് വെരിഫിക്കേഷൻ സ്റ്റേജ് എന്നിവ പരിചയപ്പെട്ടു കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ യൂണിറ്റിലെ പ്രിപ്പറേഷൻ ഓഫ് ആധാർ കാർഡ്, പ്രിപ്പറേഷൻ ഓഫ് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഓഫീസ് ID കാർഡ്സ് എന്നീ സെഷനുകൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.